വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാടേക്കും എടപ്പള്ളിയിലേക്കും കളമശ്ശേരിയിലേക്കും ഒക്കെ പോകാൻ എളുപ്പമുള്ള ഒരു ജംഗ്ഷനാണ് തേവയ്ക്കൽ ജംഗ്ഷൻ. തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്ന് വെറും 550 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രീമിയം വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 6.5 സെന്റ് സ്ഥലത്ത് 3250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമുള്ള ഈ ഒരു വിശാലമായ വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കോമ്പിനേഷൻ എലിവേഷൻ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ എലിവേഷന് ഭംഗി നൽകാനായി ധാരാളം ടെക്സ്ചർ വർക്കുകളും നാച്ചുറൽ പ്ലാന്റും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഭാഗത്തായി സ്ലോപ്പിംഗ് റൂഫാണ് വരുന്നത്. സ്ലോപ്പിംഗ് റൂഫിന് താഴ്ഭാഗത്തായിട്ട് നാച്ചുറൽ പ്ലാന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് ഫ്ലാറ്റ് റൂഫാണ്. ഫ്ലാറ്റ് റൂഫ് വരുന്നത് നമ്മുടെ ബാൽക്കണി ഏരിയ ആണ്. ബാൽക്കണി ഏരിയയിലുള്ള ലൂവേർഡ് ഡിസൈനിലുള്ള സീലിങ്ങും സിലിണ്ടറിക്കൽ ലൈറ്റും അതുപോലെ അതിൻ്റെ ഫ്രണ്ടിലായി നൽകിയിരിക്കുന്ന നാച്ചുറൽ പ്ലാന്റ് വളരെ മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ എലിവേഷന് ഭംഗി നൽകുന്നത്. കൂടാതെ ഗ്രൗണ്ട് ഫ്ലോർ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വോള് ഫുള്ളായി നാച്ചുറൽ സ്റ്റോൺ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഇൻറ്റേർണൽ റോഡ് 4.5 മീറ്ററിലധികമുള്ള ടാർ റോഡാണ് വരുന്നത്. ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് മുകളിൽ ഗ്രിൽ വർക്കാണ് വരുന്നത്. കൂടാതെ 2-വേ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് കോമ്പൗണ്ട് വാൾ പില്ലറിൽ വാൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ചെറിയ വിക്കറ്റ് ഗേറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഓട്ടോമേറ്റഡ് ഗേറ്റ് വരുന്നത്. 5.4 മീറ്ററാണ് ഇതിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കോബിൾ സ്റ്റോൺ വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. സർക്കുലർ ഷേപ്പിലാണ് ഇവിടെ കോബിൾ സ്റ്റോൺ വിരിച്ചിരിക്കുന്നത്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 വലിയ കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 25 അടിയോളം നീളവും 18.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് 2 പവർ പോയിന്റുകളും നൽകിയിട്ടുണ്ട്. കാർപോർട്സിൻ്റെ ബാക്ക് സൈഡിലുള്ള വാൾ കംപ്ലീറ്റ്ലി നാച്ചുറൽ സ്റ്റോൺ ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് പെർമനന്റ് ഗ്ലാസ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ നാച്ചുറൽ പ്ലാന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. കൂടാതെ അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് 2000 ലിറ്ററിൻ്റെ KW വാട്ടർ ടാങ്കാണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ നോർത്ത് സൈഡിലാണ് ഉള്ളത്. വിക്കറ്റ് ഗേറ്റിൽ നിന്ന് വരുന്ന ഈ ഒരു ഭാഗത്ത് നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് നാച്ചുറൽ ഗ്രാസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇരുഭാഗങ്ങളിലും പ്ലാന്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി വളരെ മനോഹരമായി ചെയ്ത ഒരു ലോൺ നമുക്ക് കാണാം. അത്യാവശ്യം പ്ലാന്റ്സും നാച്ചുറൽ ഗ്രാസും അതുപോലെ തന്നെ ഒരു ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ നാച്ചുറൽ സ്റ്റോണും പെബിൾസുമാണ് വന്നിരിക്കുന്നത്. കൂടാതെ നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. കിണറിൻ്റെ ചുറ്റുമതിൽ വാൾട്ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 4 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ സൈഡിൽ നാച്ചുറൽ പ്ലാന്റ്സും പെബിൾസും ഒക്കെയാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലിവിംഗ് സ്പേസിൽ നിന്ന് വരുന്ന ഒരു കോർട്ട്യാർഡാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോമ്പൗണ്ട് വാളിൻ്റെ ഈ ഒരു ഭാഗത്ത് അത്രയും തന്നെ വാൾ ടൈലും പിന്നീട് അങ്ങോട്ട് നാച്ചുറൽ സ്റ്റോൺസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തേക്ക് വന്നാൽ ജാളി വർക്കും റൂഫ് പോർഷനിങ് ഗ്രിൽ വർക്കുമാണ് വരുന്നത്. താഴെയായിട്ട് പെബിൾസ് ആണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു സൈഡിലായി അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ്സും നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ പോലെ തന്നെ എക്സ്റ്റീരിയറും വളരെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാർപോർച്ചിൻ്റെ ഈ ഒരു സൈഡിലായി കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് പ്ലാന്റർ ബോക്സ് നൽകി ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയും പെബിൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോമ്പൗണ്ട് വാളിലെല്ലാം തന്നെ വാൾ ടൈലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. താഴെയെല്ലാം തന്നെ പെബിൾസ് ആണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റും ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ എക്സ്റ്റീരിയർ വാളും കോമ്പൗണ്ട് വാളും എല്ലാം തന്നെ ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ട് പോലെ തന്നെ വീടിൻ്റെ 4 സൈഡിലും ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലാണ് ഉള്ളത്.
7.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും പെബിൾസ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു സൈഡിലായി നാച്ചുറൽ പ്ലാന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 12 അടിയോളം നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇരുവശങ്ങളുമായി നൽകിയിരിക്കുന്ന പില്ലറും ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് വാളിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ വലിയൊരു വിൻഡോയും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നാൽ അവിടെ സിലിണ്ടറിക്കൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് പ്ലാന്റർ ബോക്സ് നൽകി നാച്ചുറൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ ടീക്വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിയായിട്ടുള്ള ഈ ഒരു മെയിൻ ഡോറിന് സിൽവർ സ്ട്രിപ്പൊക്കെ നൽകി വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ ലോക്കാണ് വരുന്നത്. മറ്റൊരു പ്രത്യേകത ഈ ഒരു ഡോറിൻ്റെ ഹൈറ്റാണ്. 7.2 അടിയാണ് ഈ ഒരു മെയിൻ ഡോറിൻ്റെ ഹൈറ്റായിട്ട് വരുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 14.5 അടിയോളം നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. നോർത്തിലേക്ക് വലിയൊരു വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ ഈസ്റ്റിലേക്ക് ഒരു വലിയ പെർമനന്റ് ഗ്ലാസ് വിൻഡോയും അതോടൊപ്പം തന്നെ ഈ സൈഡിലായി ഒരു 2 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനാണ് സീലിംഗുകൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വുഡൻ ബീഡിംഗ് നൽകി സ്പോട്ട് ലൈറ്റുകളാണ് നൽകിയിരിക്കുന്നത്. പ്രധാന വാതിലിന് നേരെയുള്ള ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ടീക്ക് വുഡ് ഡിസൈനും ബ്ലാക്ക് കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. കൂടാതെ സിലിണ്ടറിക്കൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റുമെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മനോഹരമായ ഒരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ലിവിംഗ് സ്പേസിൻ്റെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വളരെ മനോഹരമായി പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് ഗോൾഡൻ സ്ട്രിപ്പും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. എല്ലാം തന്നെ ഒരു ടീക്ക് വുഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് വരുന്നത്. ഇവിടെയായിട്ട് വളരെ മനോഹരമായ ഒരു പ്ലാന്റ് പോട്ടും നാച്ചുറൽ പ്ലാന്റും നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടും വുഡൻ ടെക്സ്ചറുള്ള ഒരു പാനലിംഗ് വർക്ക് കാണാം. ഈ ഒരു പാനലിംഗ് വർക്ക് സീലിംഗിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്. 18 അടി നീളവും 13 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു നാച്ചുറൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ടീക്ക് വുഡ് ഡിസൈനിൽ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ ഒരു സീലിംഗ് വർക്ക് വന്നിരിക്കുന്നത്. കൂടാതെ വളരെ മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വളരെ മനോഹരമായിട്ടാണ് കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ ഗ്ലാസ് ഡോറാണ് ഇതിനായിട്ട് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വളരെ മനോഹരമായ വാട്ടർ ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഫൗണ്ടൻ കൂടാതെ തന്നെ താഴെയായിട്ട് ഒരു ടാങ്കും വരുന്നുണ്ട്. ഈ ഒരു ടാങ്ക് നമുക്ക് ഒരു താമരക്കുളമായോ അല്ലെങ്കിൽ ഒരു ഫിഷ് ടാങ്കായിട്ടോ കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. കൂടാതെ ഫൗണ്ടൻ്റെ മുകൾ ഭാഗത്തായിട്ട് മനോഹരമായ ജാളി വർക്കുകളാണ് വരുന്നത്. റൂഫ് പോർഷനിൽ ഗ്രിൽ വർക്കുകൾ വന്നിട്ടുണ്ട്. കൂടാതെ സ്പോട്ട് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. ഫൗണ്ടൻ്റെ ഇരുഭാഗങ്ങളിലും നാച്ചുറൽ പ്ലാന്റും പെബിൾസും നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു പോർഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു കോമ്പൗണ്ട് വാളാണ് വരുന്നത്. കോമ്പൗണ്ട് വാളിൻ്റെ 2 സൈഡിലും നാച്ചുറൽ സ്റ്റോൺ ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയും നാച്ചുറൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു മിറർ നൽകിയിട്ടുണ്ട്. മിററിൻ്റെ ബാക്ക് സൈഡിൽ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് വർക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിന്റെ ബാക്ക് സൈഡിൽ ഓഫ് വൈറ്റ് കളറിലെ ടെക്സ്ചർ വർക്കുകളാണ് വന്നിരിക്കുന്നത്. കൂടാതെ 3 മിററുകളും നൽകിയിട്ടുണ്ട്. അതിനോട് മാച്ച് ചെയ്യുന്ന കളറിൽ ഗ്രേ കളറിലാണ് ഇവിടെ ജാഗ്വാറിന്റെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു വോളിലേക്ക് വന്നാൽ ഈ ഒരു ഭാഗത്തായിട്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് നൽകിയിരിക്കുന്നത്. അതേസമയം മറ്റേ ബെഡ്റൂമിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെയെല്ലാം തന്നെ ടെക്സ്ചർ വർക്കുമാണ് വരുന്നത്. ഭംഗിയുള്ള ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ പോർഷൻ അത്രയും തന്നെ സീലിംഗ് ചെയ്ത് സ്പോട്ട് ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. ടീക്ക് വുഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഫുൾ സീലിംഗ് വർക്കും വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്ത് നാച്ചുറൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. കൂടാതെ
പെബിൾസ് ഒക്കെ ഇട്ട് വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് വോളും നാച്ചുറൽ സ്റ്റോൺ ആണ് നൽകിയിരിക്കുന്നത്. ഈ വീടിന് വീഗാർഡിന്റെ വയേഴ്സും ലെഗ്രാൻഡിന്റെ സ്വിച്ചസുമാണ് നൽകിയിരിക്കുന്നത്. വീടിന്റെ ഇന്റീരിയറിനോട് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷനാണ് ടൈലും ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ടൈലാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചണിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ ഫ്രണ്ടിലായി ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇതിനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന പാനലിംഗ് വർക്ക് ബാംബോ ഡിസൈനുള്ള 3 വളരെ മനോഹരമായ ഹാങ്ങിങ് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 13 അടി നീളവും 8.5 അടി വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. കൂടാതെ സൗത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയും നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടും വിൻഡോ നൽകിയിട്ടുണ്ട്. നാനോ വൈറ്റ് മെറ്റീരിയലാണ് കൗണ്ടർ ടോപ്പ് വന്നിരിക്കുന്നത്. കൂടാതെ ധാരാളം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ സ്പോട്ട് ലൈറ്റുകളും സിലിണ്ടറിക്കൽ ലൈറ്റും എല്ലാം കൊടുത്ത് സീലിംഗ് ഫാനോട് കൂടി തന്നെയാണ് ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യ സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് വലിയൊരു ഡോറാണ് വർക്ക് ഏരിയയിലേക്ക് ഉള്ള ഓപ്പണിംഗായി നൽകിയിരിക്കുന്നത്. എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയ വലിയൊരു സിങ്കും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഫ്രിഡ്ജിനുള്ള ഓപ്ഷൻ്റെ ഈ ഒരു സൈഡിലായി അത്യാവശ്യം കൗണ്ടർ സ്പേസും ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഓവനുള്ള സ്പേസും എല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. 15 അടിയിലേറെ നീളവും 6.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് മാറ്റ് ഫിനിഷിലുള്ള കൗണ്ടർ ടോപ്പാണ് വരുന്നത്. താഴെയും മുകളിലായി ധാരാളം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. വലിയൊരു സിങ്കും നൽകിയിട്ടുണ്ട്. സൗത്തിലേക്ക് UPVC വിൻഡോയും നൽകിയിട്ടുണ്ട്. ഈ വോള് എല്ലാം തന്നെ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ 2 സൈഡിലും ഗ്രിൽ ഡോറും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിലേക്ക് വരുന്ന ഭാഗത്ത് ഇവിടെയായിട്ടും വലിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂമും നൽകിയിട്ടുണ്ട്. സെർവൻ ബാത്റൂമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഇട്ട് ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്ക് വലിയ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ വെസ്റ്റിലേക്കും വലിയൊരു വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ സിലിണ്ടറിക്കൽ ലൈറ്റും സ്പോട്ട് ലൈറ്റുകളും സീലിംഗ് ഫാനും എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ 4 ഡോർ വാൾഡ്രോബാണ് നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു വാൾഡ്രോബിന് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ വരുന്ന ഹാൻഡിൽ വുഡിന്റെ ടെക്സ്ചറിലാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വളരെ ഹൈറ്റ് കൂടിയ ഒരു ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഡോറ് തുറന്ന് വരുമ്പോൾ തന്നെ ജാഗ്വാറിന്റെ ഒരു വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. വാഷ് കൗണ്ടർ ബാക്ക് സൈഡിലായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ഒരു മിററും നൽകിയിട്ടുണ്ട്. ടവൽ റാഡും കൊടുത്തിട്ടുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ സെപ്പറേഷനോട് വരുന്ന ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് നൽകിയിരിക്കുന്നത്. എല്ലാ ഫിറ്റിംഗ്സും ജാഗ്വാറിന്റെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഗ്രോഹ എന്ന കമ്പനിയുടെ ഫ്ലഷ് ടാങ്ക് ആണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. കൂടാതെ എക്സ്ഹോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിന്റെ ഡോറ് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ എല്ലാ ബെഡ്റൂമിന്റെയും ഡോറിന് 7.5 അടിയോളമാണ് ഹൈറ്റ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഡോറിനും പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 16 അടിയിലേറെ നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും വലിയ വിൻഡോകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് സീലിംഗുകൾ വന്നിരിക്കുന്നത്. കൂടാതെ സിലിണ്ടറിക്കൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റും സീലിംഗ് ഫാനും എല്ലാം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബെഡിന്റെ ഹെഡ് പോർഷൻ വരുന്നത്. ഇവിടെ എല്ലാം തന്നെ ടീക്ക് വുഡ് പാറ്റേണിലുള്ള പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 2 സൈഡ് ടേബിളുകളും വന്നിട്ടുണ്ട്. ഇവിടെ വോളിന് മുകളിലായിട്ട് പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് ഗോൾഡൻ സ്ട്രിപ്പും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മിററും നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായ ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ടാണ് ബാത്റൂമിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു വാഷ്റൂം ഇവിടെ ഹൈഡ് ചെയ്ത രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് വലിയ വാൾഡ്രോബ് തന്നെയാണ് വന്നിരിക്കുന്നത്. 2 സൈഡിലായി വലിയ 2 ഡോർ വാൾഡ്രോബ് നൽകി
റൗണ്ട് ഷേപ്പിലുള്ള ഹാൻഡിലൊക്കെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ താഴെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് വലിയ വീതിയുള്ള ഒരു സീറ്റിംഗ് യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു കുഷനൊക്കെ ഇട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നീളമുള്ള ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ജാഗ്വാറിന് ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ഒരു മിററും വരുന്നുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ടവൽ റാഡും എല്ലാം നൽകിയിട്ടുണ്ട്. മാക്സിലി സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ സെപ്പറേഷനോട് കൂടിയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടുള്ള ഒരു ഷവർ സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വാട്ടർ ക്ലോസറ്റ് ജാഗ്വാറിന്റെ തന്നെയാണ് വരുന്നത്. ഗ്രോവിന്റെ ഫ്ലഷിംഗ് ടാങ്കുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റുകളും സിലിണ്ടറിക്കൽ ലൈറ്റും എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. മെറ്റൽ ഫ്രെയിമിലാണ് ഈ ഒരു സ്റ്റെയർ ഇവിടെ വന്നിരിക്കുന്നത്. ടീക്ക് വുഡിൽ പാക്ക് ചെയ്ത പോലെയാണ് ത്രെഡുകൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ലിവിംഗ് സ്പേസിൽ നിന്നുള്ള സെപ്പറേഷൻ ബ്ലാക്ക് ആൻഡ് വുഡൻ കോമ്പിനേഷൻ വളരെ മനോഹരമായ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഹാൻഡ് റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ MS വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഫ്ലൈറ്റിനോട് ചേർന്ന് വളരെ വലിയ 2 പെർമനന്റ് ഗ്ലാസ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. കൂടാതെ മുകൾ ഭാഗത്ത് റൂഫിൽ സർക്കുലർ ഷേപ്പിൽ പർഗോള നൽകി മെറ്റൽ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി നാച്ചുറൽ സ്റ്റോൺ നൽകി മനോഹരമായ ഒരു വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അത്യാവശ്യം സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു സ്റ്റഡി ടേബിളോ അയൺ ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് യൂട്ടിലിറ്റി റൂമിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വിശാലമായ അപ്പർ ലിവിംഗ് വരുന്നത്. 20 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഉള്ളത്. ഇവിടെയായിട്ട് അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ടീക്ക് വുഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് സീലിംഗ് വർക്ക് വന്നിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റുകളും സിലിണ്ടറിക്കൽ ലൈറ്റും സീലിംഗ് ഫാനും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് പെർമനന്റ് ഗ്ലാസ് വിൻഡോയും അതോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് ഡോറും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഒരു ചെറിയ ബാൽക്കണി സ്പേസ് കൂടി ലഭിക്കുന്നുണ്ട്. ഈ ഒരു ബാൽക്കണി സ്പേസിൽ അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ് ഒക്കെ വെച്ച് വളരെ മനോഹരമായി സിലിണ്ടറിക്കൽ ലൈറ്റ് ഒക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത്. ഈ ഇരുവശത്തുമുള്ള വാളിൽ ടെക്സ്ചർ വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്പർ ലിവിങ്ങിൽ നിന്ന് നമ്മൾ വരുന്നത് ഫാമിലി ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെയായിട്ട് ഒരു പാനലിംഗ് വർക്കും വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലിനോട് ചേർന്ന് ഒരു സീറ്റിംഗ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഇരുഭാഗത്തും നാച്ചുറൽ പ്ലാന്റും നൽകിയിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. 15 അടിയോളം നീളവും 12 അടി വീതിയുമാണ് ഈ ഒരു ഫാമിലി ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് ഒരു ഹോം തിയേറ്റർ റൂമായി വേണമെങ്കിലും കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും വലിയ വിൻഡോകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് പെർമനന്റ് ഗ്ലാസ് വിൻഡോയും ഒരു ഗ്ലാസ് ഡോറും നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്നതാണ്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനോട് കൂടി ബീഡിംഗ് ആയിട്ട് വുഡൻ ഫിനിഷുമാണ് വരുന്നത്. സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും സീലിംഗ് ഫാനും എല്ലാം ഈ ഒരു സീലിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ് ഈ ഒരു ഫാമിലി ലിവിംഗ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 16 അടി നീളവും 12 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. വെസ്റ്റിലേക്ക് വലിയൊരു വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സൗത്തിലേക്ക് വലിയൊരു പെർമനന്റ് ഗ്ലാസ് വിൻഡോയും കൂടാതെ ഒരു ഗ്ലാസ് ഡോറും നൽകിയിട്ടുണ്ട്. ഈ ഡോറ് തുറന്നിറങ്ങുന്നത് ചെറിയൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ്സും നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് ഒരു ഗ്രില്ലും നൽകിയിട്ടുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ബാൽക്കണി സ്പേസ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നീട് വരുന്നത് ഈ ഒരു പോർഷനിലേക്കാണ്. ഇവിടെയായിട്ടാണ് ബെഡിൻ്റെ ഹെഡ് പോർഷൻ വരുന്നത്. സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ടീക്ക് വുഡ് ഡിസൈനുള്ള പാനലിംഗ് ആണ് വരുന്നത്. മുകളിലായിട്ടും പാനലിംഗ് വർക്ക് ചെയ്ത് ഗോൾഡൻ സ്ട്രിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഡ്രസ്സിങ്ങിനുള്ള മിറർ നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഹൈഡ് ചെയ്ത രീതിയിലുള്ള ബാത്റൂം നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനാണ് സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. കൂടാതെ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും കൂടാതെ സീലിംഗ് ഫാനും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വലിയ വാൾഡ്രോബ് നൽകിയിരിക്കുന്നത്. 4 ഡോറുള്ള വലിയ
വാൾഡ്രോബാണ് നൽകിയിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനാണ് വരുന്നത്. റൗണ്ട് ഷേപ്പിലുള്ള ഹാൻഡിലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വാൾഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നീളമുള്ള ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ജാഗ്വാറിൻ്റെ വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള മിററും താഴെ സ്റ്റോറേജ് സ്പേസും ഒക്കെ നൽകിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ സെപ്പറേഷനോട് കൂടിയാണ് വരുന്നത്. എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് വന്നിരിക്കുന്നത്. കൂടാതെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും ഒക്കെ നൽകി എക്സോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും എല്ലാം തന്നെ ഈ ഒരു ബാത്റൂമിന് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 11.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. വെസ്റ്റിലേക്ക് വലിയൊരു വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. നോർത്തിലേക്ക് ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോയും കൂടാതെ ഒരു ഡോറും നൽകിയിട്ടുണ്ട്. ഈ ഡോർ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് സീലിംഗ് വർക്ക് വന്നിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സീലിംഗ് ഫാനും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഹാൻഡിലാണ് ഈ ഒരു വാൾഡ്രോബിനും നൽകിയിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും വലുപ്പമുള്ള ഒരു ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ജാഗ്വാറിൻ്റെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും റൗണ്ട് ഷേപ്പിലുള്ള മിററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഈ ഒരു ബാത്റൂമിന് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ സെപ്പറേഷൻ വന്നിട്ടുണ്ട്. ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാറിൻ്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ട് UPVC വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വരുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. MS സ്റ്റെപ്പുകൾ നൽകി ഫുള്ളി ഷീറ്റ് കൊണ്ട് കവർ ചെയ്താണ് ഈ ഒരു ഏരിയ ഇവിടെ വന്നിരിക്കുന്നത്. കൂടാതെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ടേബിൾ ലഭിക്കുന്നുണ്ട്. ഇതൊരു അയണിംഗ് ടേബിളായോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിളായിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഇവിടെ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ ഈ ഒരു വാളും ഇവിടെയായിട്ട് വരുന്ന പില്ലറുകളും എല്ലാം തന്നെ ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും MS യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ ചുറ്റും നാച്ചുറൽ പ്ലാന്റ്സ് ചെയ്തിട്ടുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സിലിണ്ടറിക്കൽ ലൈറ്റ് സീലിംഗിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ മെയിൻ ബാൽക്കണി വരുന്നത്. 19 അടിയിലേറെ നീളവും 8.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു നാച്ചുറൽ പ്ലാന്റ് നൽകിയിരിക്കുന്നു. സീലിംഗിൽ റൗണ്ട് ഷേപ്പിലുള്ള പർഗോള നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോർഷനിൽ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടും റെക്ടാങ്കുലർ ഷേപ്പിൽ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് ഗ്രിൽ വർക്കുകളും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ 4ാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ നാച്ചുറൽ പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിലാണ് നനയ്ക്കാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് തേവക്കൽ ജംഗ്ഷനിലേക്ക് 550 മീറ്റർ, വിദ്യോദയ സ്കൂളിലേക്ക് 950 മീറ്റർ, കാക്കനാട് ജംഗ്ഷനിലേക്ക് 5 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 4.5 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 2.9 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 7 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 8.8 കിലോമീറ്റർ, കലൂരേക്ക് 13 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസായി വരുന്നത്. 6 സെന്റ് സ്ഥലത്ത് 3250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമുള്ള ഈ ഒരു സ്പേഷ്യസ് ആയ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 2,48 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്ക് വേണ്ടി സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.